ഹിജാബ് പ്രശ്നം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ മതഭീകരവാദ സംഘടനകളാണ്. ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന സ്കൂളിലും മറ്റ് സ്വകാര്യ മാനേജ്മെൻറ്റുകളിലും പോയി അവിടെയൊക്കെ നിസ്കരിക്കാൻ സ്ഥലം വേണം, കുട്ടികൾക്ക് ഹിജാബ് ധരിക്കണം എന്ന് പറയുന്നതിന് പിന്നിൽ നിഷ്കളങ്കമായ താല്പര്യങ്ങളല്ല. ആരാണെന്ന് വളരെ വ്യക്തമാണ്. കേരളത്തിൽ മതഭീകരവാദികൾ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇതൊരു രക്ഷിതാവോ ഒരു പെൺകുട്ടിയോ വന്ന് സ്വമേധയെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമല്ല. അയ്യോ, ഇതാരും ഇത് വന്നല്ലോ വനമാല, എത്ര നാളായി ഇയാളെ കണ്ടിട്ട് അല്ലെ. നല്ല ക്ലാമർ, നല്ല കുട്ടപ്പനായിട്ടുണ്ടല്ലേ അല്ലെ. ഞാനൊക്കെ വിചാരിച്ച കുറെ ആയി കാണാത്തപ്പോ ഈ സന്ദീപ് വാര്യരെ പോലെ എന്തോ മാറി ചിന്തിക്കാൻ തുടങ്ങി, കുറച്ച് നല്ല മനസ്സ് കിട്ടിയെന്ന് വിചാരിച്ച. പക്ഷേ മറ്റേ മോഹൻലാൽ ചോദിക്കുന്നത് പോലെ പണ്ട് രാവണപ്രഭു കണ്ടപ്പോ അതിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, എന്താടോ ശേഖര നന്നാകാത്ത. അതെന്നെ ചോദിക്കാനുള്ള, എന്താ സുരേന്ദ്ര ഇതുവരെ വയസ്സായില്ല, എന്താടോ നന്നാകാത്ത. പിന്നെയും വർഗീയ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും അടി കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വരും, വർഗീയമായിട്ട് ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ ആ വിഷയത്തിലേക്ക് വരാം. നിങ്ങളിപ്പോൾ പർദ്ദ അത് ഭീകരവാദികൾ, ഇത് പാരൻസിന് എന്തല്ല, ഇത് ഭീകരവാദിത്വമാണ്, മദ്രസയിൽ പള്ളിയിൽ നിസ്കരിക്കാൻ സ്ഥലം ചോദിക്കുന്നത് ഭീകരവാദമാണ്, പർദ്ദ ധരിക്കുന്നത് ഭീകരവാദമാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയട്ടെ, നീ അവിടെ ഇരുന്നിട്ട് നിന്റെ നെറ്റിയിലൊരു ചന്ദനക്കുറി ഇല്ലേ, ആ ചന്ദനക്കുറി എന്തിനാ അവിടെ വരുമ്പോൾ അവിടെ വന്നിട്ടിരിക്കുമ്പോൾ എന്തിനാ നീ ചന്ദനക്കുറി ഇരിക്കുന്നത്? അത് മായ്ച്ചു കളയുമായി. അവിടെ നിങ്ങൾ പൊതുസ്ഥലത്ത് ചന്ദനക്കുറി വെക്കാൻ പാടില്ല. അതേപോലെ നമ്മളെ കുഞ്ഞാലിക്കുട്ടി, അതുപോലെ കേന്ദ്രമന്ത്രി മുസ്ലിങ്ങൾ ഒരു തൊപ്പി വെച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ആ തൊപ്പി നമ്മളുടെ മതചിഹ്നമാണ്, അവിടെ വന്ന് തൊപ്പി വെക്കുന്നുണ്ട്. പിന്നെ നീ എന്തിനാ അവിടെ ചന്ദനക്കുറി വെച്ചതെന്ന് ഞാൻ ചോദിക്കാമായിരുന്നു, പക്ഷെ ഞാൻ ചോദിക്കില്ല. കാരണം അത് നിങ്ങളുടെ മതത്തിന്റെ ആചാരമാണ്. അത് ചന്ദനക്കുറി എത്ര വേണം വെച്ച് ഒരു കുഴപ്പമില്ല, അത് നിങ്ങളുടെ മതത്തിന്റെ. അതേപോലെ തന്നെയാണ് പർദ്ദയും. ആ പർദ്ദ എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ളതാണ്. അത് ധരിക്കാൻ പറഞ്ഞത് ആരാണ്? അതിവിടെ SDPക്കാർ അല്ലെങ്കിൽ വർഗീയവാദി ഭീകരവാദി അല്ല. പടച്ച റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല പെണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും അനുയോജ്യമായ വസ്തു എന്ന് അള്ളാഹു പറഞ്ഞ്, അള്ളാഹുവിനെ ഭയത്താൽ അത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇസ്ലാമിന്റെ ആ ഒരു പ്രൗഡിൽ ധരിച്ച പർദ്ദയാണ് ഒരു ദിവസം കൊണ്ട് അവൾ പരിഹസിച്ച് കളഞ്ഞത്. ആരാ പരിഹസിച്ചത്? എന്താ കന്യാസ്ത്രീ അല്ലേ. അവളുടെ തട്ടം അവൾക്കിടാ, അവളുടെ മതചിഹ്നം അവൾക്കിടാ. കോളേജ് ആകുമ്പോൾ റൂൾസ് എല്ലാവർക്കും ഒരുപോലെയാവും. ടീച്ചർമാരും അവളുടെ മതവസ്ത്രം ധരിക്കാൻ പാടില്ല, സ്കൂളിൽ അവൾ യൂണിഫോം ധരിക്കാൻ പാടില്ല. അവൾ ആ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ആ നല്ലൊരു വസ്ത്രമാണ് ആ കന്യാസ്ത്രീയുടെ വസ്ത്രം, ശിരോവസ്ത്രം. അത് ഞങ്ങളുടെ ഔറത്ത്, നമ്മളുടെ ശരീര പ്രദർശനം കാണിക്കാൻ പാടില്ല. അതൊരു റെസ്പെക്ട് സ്ത്രീകൾക്ക്. അത് കാണുമ്പോൾ എല്ലാവരും വെക്കും. അത് തന്നെയാണ് പർദ്ദ. അല്ലെങ്കിൽ നിങ്ങൾ ഈ കേരള സ്റ്റോറി ഫിലിമിൽ കാണിക്കുന്നത് പോലെ പർദ്ദ ധരിക്കുന്ന പെൺകുട്ടികളെ സൂക്ഷിക്കണം, അവർ ഡേഞ്ചറാണ് എന്ന് നിങ്ങൾ മറ്റുള്ള കുട്ടികൾക്ക്, ഈ പെണ്ണിനെ